അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ അങ്ങാടിപ്പുറത്ത് നാമജപ പ്രതിഷേധ ഉപവാസ സമരം നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു നാമജപ പ്രതിഷേധ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. പക്ഷപാതപരമായും ഹിന്ദു വിരുദ്ധമായും ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് നിയമത്തിന്റെ പേര് പറഞ്ഞ് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നേരിടുമെന്ന് RV ബാബു പറഞ്ഞു. പിണറായി വിജയനോടും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടും ഒക്കെ പറയാനുള്ളത്, പാർട്ടിയോടുള്ള അമിതമായ കൂറോ പാർട്ടിയോടുള്ള തന്റെ വിശ്വാസം കാണിക്കാനോ ഒക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇനി കയ്യിൽ വെച്ചാൽ മതി. ഈ തളി ക്ഷേത്രത്തിന്റെ ഒരു ഓട് ഇളക്കാൻ, ഒരു മണൽത്തരി കൊണ്ടുപോകാൻ ഈ കേരളത്തിലെ ഹൈന്ദവ സമാജം നിങ്ങളെ അനുവദിക്കില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് വിധി, എന്ത് നിയമസഭാ സഭയിൽ ദേവസ്വം ബോർഡിന്റെ എന്ത് നിയമമുണ്ടെങ്കിലും ഇവിടുത്തെ ഓരോ ഭക്തന്റെ ഒരു ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അങ്ങാടിപ്പുറം തളിയിലല്ല കേരളത്തിലെ ഒരു ക്ഷേത്രവും പിടിച്ചെടുക്കാൻ സാധിക്കില്ല. വേണമെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ ഞങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ, അതിലേക്ക് ഞങ്ങളെ തള്ളിവിടരുത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഭരണം പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്പലം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടു. അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ തളി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ക്ഷേത്ര ഭരണസമിതിയുടെയും നേതൃത്വത്തിലാണ് നാമജപ പ്രതിഷേധ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. തളി മഹാദേവ ക്ഷേത്ര പരിസരത്താണ് നാമജപ പ്രതിഷേധ ഉപവാസം നടത്തിയത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു സമരം ഉദ്ഘാടനം ചെയ്തു. ആരാധനാലയങ്ങളും വിശ്വാസവും സംരക്ഷിക്കാൻ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് തെരുവിൽ ഇറങ്ങേണ്ട ഗതിയാണെന്ന് RV ബാബു അഭിപ്രായപ്പെട്ടു. പക്ഷപാതപരമായും ഹിന്ദു വിരുദ്ധമായും ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് നിയമത്തിന്റെ പേര് പറഞ്ഞ് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നേരിടുമെന്ന് RV ബാബു പറഞ്ഞു. വരുമാനമുള്ളതും പ്രസിദ്ധവുമായ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാനാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ശ്രമം. ദേവസ്വം കമ്മീഷണർ CPMന്റെ ഗുണ്ടായിസം നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും RV ബാബു ആരോപിച്ചു. പണ്ട് ക്ഷേത്രങ്ങൾക്കെതിരെ തിരിഞ്ഞവർ ഇന്ന് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണെന്നും ഒരു ക്ഷേത്രത്തെയും നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും RV ബാബു പറഞ്ഞു. ഇവിടെ ഒരു ക്ഷേത്രം പേരാതിരിക്കാൻ ശ്രമിച്ചവർ ഇന്ന് ക്ഷേത്രം ഉയർന്ന് നിത്യേന നൂറുകണക്കിന് ഭക്തന്മാരെത്തുന്ന മഹത്തായ ഒരു ക്ഷേത്രമായി അത് ഉയർന്നപ്പോൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അന്ന് ക്ഷേത്രത്തിനെതിരെ അണിനിരുന്നവർ ഇന്ന് ആ ക്ഷേത്രം പിടിച്ചടക്കി അത് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പുറത്തു നിന്ന് തകർക്കാൻ ശ്രമിച്ചവർക്ക് അത് കഴിയാതെ വന്നപ്പോൾ അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്ന് ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അന്ന് കേളപ്പതിയെ ജയിലിലടച്ചു. ഈ തളി ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി, ഹിന്ദുക്കളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി സമരരംഗത്തേക്ക് ഇറങ്ങിയ വന്ധ്യവയോധികനായ കേളപ്പതിയെ ജയിലിലടച്ച നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ അതേ പിന്തുടർച്ചക്കാരായിട്ടുള്ള ഇന്നത്തെ പിണറായി ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്താണ്? പിണറായി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ സർക്കാർ ശ്രമിക്കുന്നത് ഈ തളി ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന, ഈ തളി ക്ഷേത്രത്തെ പരിപാലിക്കുന്ന ആളുകളെ അവരെ നിശബ്ദരാക്കാൻ, അവർക്കെതിരെ ബോധപൂർവമായ കേസുകളെടുത്ത് അവരെ ജയിലിലടക്കാൻ വേണ്ടിയാണ് നമ്മളെയൊക്കെ ഈ സമരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ തുടർന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും RV ബാബു പറഞ്ഞു. ഒരു ഐതിഹാസികമായ തളി ക്ഷേത്ര സംരക്ഷണ സമരത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കേണ്ടിയിരിക്കുകയാണ്. ഐതിഹാസിക കേരളത്തിന് തുടക്കം കുറിച്ച ആ സമരത്തിന്റെ ജ്വാലയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രണ്ടാം ഐതിഹാസിക സമരത്തിന്, തളി ക്ഷേത്ര സംരക്ഷണ സമരത്തിന് നമ്മളത് തുടക്കം കുറിക്കേണ്ടിയിരിക്കുകയാണ്. അതിന്റെ ഒരു ആരംഭമാണ് ഇപ്പോ ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത്. എനിക്ക് ദേവസ്വം ബോർഡിനോടും മലബാർ ദേവസ്വം ബോർഡിനോടും മലബാർ ദേവസ്വം ബോർഡിന്റെ ഈ കുത്സിത നീക്കത്തിന് നേതൃത്വം അതിനെ എല്ലാ തരത്തിലും അതിനെ ഒരു ഗുണ്ടായുധത്തോടെ തന്നെ മുന്നോട്ട് പോകുന്ന TC ബിജുവിനോടും പറയാനുള്ളത്, ഇനിയും ഭക്തന്മാരുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ട് ഇനിയും ക്ഷേത്രങ്ങൾ ഓരോന്നായി പിടിച്ചെടുക്കാനുള്ള ശ്രമമായി നിങ്ങൾ തെരുവിലിറങ്ങിയാൽ, നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് കടന്നു വന്നാൽ, ഞാൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീ ബിജുവിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്,
ഇനി ഈ തരത്തില് ക്ഷേത്രങ്ങളുടെ മുന്നിലേക്ക് ക്ഷേത്രങ്ങളെ പിടിച്ചടക്കാനുള്ള തിട്ടൂരവുമായി നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങളിരിക്കുന്ന കസേരയിലേക്ക്, നിങ്ങളിരിക്കുന്ന ഓഫീസിലേക്ക് ആയിരക്കണക്കിന് ഭക്തന്മാർ കടന്നു വരും. നിങ്ങളുടെ ആ ഓഫീസ് കെട്ടിടത്തിനകത്ത് നിന്ന് നിങ്ങളെ അടിച്ചു പുറത്താക്കും. തെരുവിൽ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. TC ബിജു, ഇത് ഹിന്ദു ഐക്യവേദി നിങ്ങൾക്ക് നൽകുന്ന താക്കീതാണ്. അത് സംശയം വേണ്ട. TC ബിജുവിന് മലബാർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർക്ക് തെരുവിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഇവിടുത്തെ ഭക്തന്മാർ സൃഷ്ടിക്കും. യാതൊരു സംശയവും വേണ്ട. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. വഴിക്കടവ് ശ്രീരാമാനന്ദാശ്രമം മഠാധിപതി ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സ്വയം സേവക സംഘം മലപ്പുറം വിഭാഗ സേവാ പ്രമുഖ KV രാമൻകുട്ടി, വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ, SNDP ഡയറക്ടർ ബോർഡ് അംഗം രമേശ് കോട്ടയപ്പുറത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് CV സുബ്രഹ്മണ്യൻ, സെക്രട്ടറി TP സുധീഷ്, തളി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കദംബൻ നമ്പൂതിരിപ്പാട്, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മലപ്പുറം ജില്ലാ മാതൃസമിതി അധ്യക്ഷ തങ്കൻ രാമചന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സൗമിനി, NSS ഏറനാട് താലൂക്ക് വൈസ് പ്രസിഡന്റ് P സേതുമാധവൻ, തളി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് K നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തളി ക്ഷേത്രത്തിന് മുന്നിലും ചുറ്റിലും റോഡിന്റെ വശങ്ങളിലുമായി നിരവധി പേർ നാമജപ പ്രതിഷേധ ഉപവാസത്തിൽ പങ്കെടുത്തു. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.